വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് സീരീസ് ആക്കാനാണ് പ്ലാൻ. റോഡിലെ രാജാക്കന്മാർ എന്ന സീരീസിലെ പാർട്ട് 1 ഏവർക്കും സ്വാഗതം. ഇത്രയും വീഡിയോ ഇല്ലാത്തതെന്ന് വെച്ചാൽ മടിയാണ് കേസ്. ഓക്കെ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വിചാരിക്കും, പക്ഷെ ഒക്കൂല. ഓക്കെ, പിന്നെ കുറേ പേര് ലിവർ റിലീസിങ് ആയ വീഡിയോ എന്താ റിലീസ് ചെയ്യാത്ത എന്നാണ് റിലീസിങ് ആയെന്നൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു പഴയ ഒരു വീഡിയോയ്ക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു വണ്ടിയാണ്. ദാവൂദ് എഡിഷനിൽ വന്നൊരു വണ്ടിയാണ്. അതൊരു അസ്ത്രയാണ്, അസ്ത്രയാണ്. വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമേ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടാണ് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് തന്നെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇത്ര ദിവസം വീഡിയോ അത് മടിയാണ്, വേറെ ഒന്നും ജനിക്കരുത്, നിർത്തിയൊന്നുമില്ല. പിന്നെ ഫോൺ സ്റ്റോറേജൊന്നും ഇല്ലാത്ത അതൊരു വിഷയം ഒക്കെ കൊണ്ട് ഒരു മടുപ്പ്, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അതാണല്ല, വേറെ ഒന്നും ജനിക്കരുത്. നമ്മളെ വണ്ടി കുറച്ച് വണ്ടി കഴുകി തുടച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ വണ്ടി കാണിക്കാത്തത്. അപ്പം അതിൻ്റെ ആൾക്കാർ കഴുകി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ 3 ചാനലായിട്ടായിരിക്കും വരുന്നത്. ഒന്ന് ഇവരെ ഈ ഒരു ട്രാവൽസിൻ്റെ ഒരു യൂട്യൂബ് ചാനലും പിന്നെ നമ്മൾ 2 ചാനലിലും കൂടിയാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ 3 ചാനലായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ വരിക. ഓക്കെ, പിന്നെ നമ്മളെ എല്ലാവരെയും ഇത് നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചത് ബാക്കിനെ പിന്നെ പറഞ്ഞുതരാം. ഇതാണ് വണ്ടി, കിട്ടില്ല ഗ്രാഫ് അടിച്ച് ഒരു ഒന്നൊന്നര വണ്ടിയാണ് ഈ ഒരു വണ്ടി. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഗ്രാഫ് അടിച്ച വണ്ടിയാണിത്. നമുക്ക് അടുത്ത് പോയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളെ വന്നിട്ട് VXൻ്റെ ഗ്രാഫിക്സ് ആണ്. പിന്നെ ഇത് ചെയ്ത് ബോഡി ഇട്ട് ഇറക്കിയ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ കുറച്ചധികം പറയാനുണ്ട്, എല്ലാ വണ്ടി പോലെ തന്നെ. ഓക്കെ, അപ്പം ഇതാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാവൂദ് എന്നൊരു എഡിഷനിൽ വന്നൊരു വണ്ടിയാണ്. ATP ആണ്, എന്നാൽ ബെല്ലടിക്കല്ല, നോർമൽ ഡിക്കി, 45 സീറ്റ്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ലിപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്കേർട്ട് അതിൽ താഴെ ചുമന്ന ഒരു ബീഡിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ഓൾഡ് എംബർ എന്നൊരു ഗ്രാഫിക്സിൽ ഒരു ചേരുന്നൊരു കളറിൽ ആ ഒരു ഡയലോഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഗ്രാഫിക്സ് ആണ്, ഫ്രണ്ട് ഫുൾ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അസ്ത്രയാണ്, അതിന് DRL കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രകാശം ലോഗും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലിപ്പ്, പിന്നെ ദാവൂദ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിന്. പിന്നെ നമ്മളെ ഇത് ഈ ഒരു ഡിസൈൻ ചെയ്ത ആളെ ലോഗോയെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിനെയും കൊടുത്തിട്ടുണ്ട്. ദാവൂദിൻ്റെ ഒരു കിടിലൻ എഡിഷൻ ഒരു കിടിലൻ ഫോണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ മെയിനിയം ചെയ്ത് അസ്ത്ര എന്ന് പറഞ്ഞ ടീമാരാണ്. അവർ എല്ലാവർക്കും ചെയ്യും. അപ്പം ഞാൻ അവരെ കോൺടാക്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. പിന്നെ 8 ടോപ്പ് ലൈറ്റിലും ചുമന്ന സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കാര്യങ്ങളെല്ലാം. പിന്നെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി സൈഡിലോട്ട് പോകാം. സൈഡിലായിട്ട് പോകുമ്പോൾ സൈഡിലാണ് മെയിനായിട്ടും സാധനങ്ങൾ ഉള്ളത്. ഓക്കെ, മെയിൻ ഗ്രാഫിക്സ് നമ്മളെ സൈഡിലാണല്ലോ അല്ലേ. അപ്പം ഇതാ നമ്മൾ സൈഡിലോട്ട് വരാം. ഇവിടെ കുറേ മരങ്ങൾ നിൽക്കുന്നത് കൃത്യമായി വീഡിയോ എടുക്കാൻ പറ്റില്ല, കഴുകി ഇപ്പോൾ ഉണക്കായിട്ടതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഷെഡ് മൊത്തം ചെളിയാവും, അതുകൊണ്ട് പിന്നെ ഇവിടെ ഇട്ടാൻ വിചാരിച്ച്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് കാണാം. ഒരു കിട്ടിലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെയും ഈ ഒരു ഗ്രാഫിക്സ് ചെയ്ത ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ദാവൂദ് ദ റൈസ് ഓഫ് എ ഡോ അല്ല ദ റിയൽ ഡോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഒരു കിട്ടിലൻ ഈ ഒരു ഗ്രാഫിക്സിന് ചേരുന്ന ഒരു തീമിൽ തന്നെയാണ് ഇവർ ഈ ഒരു നെയിം ആയിക്കോട്ടെ പല കാര്യങ്ങളും ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം.
കണ്ടില്ലേ ഇവിടെ ആൾ നിൽപ്പുണ്ട്. പിന്നെ അവരെ ഈ ഡിസൈൻ ചെയ്ത കമ്പനി ആ ഒരു പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എക്സ്ട്രാ ഒരു പിന്നെ ഡയലോഗ് ആയിക്കോട്ടെ, ക്വാർട്ടർ ക്ലാസ് ഡയലോഗ് ആയിക്കോട്ടെ, അതും മാച്ച് ഈ ഒരു ഗ്രാഫിക്സിന് മാച്ച് ആയിട്ടുണ്ട്. പിന്നെ റെഡ്, ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് എന്ന തീമിലാണ് നമ്മുടെ ഗ്രാഫിക്സ് വരുന്നത്. പിന്നെ പുതിയ ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മളെ സ്കേർട്ട്, പിന്നെ അതിലൊരു ചുമന്ന ബ്ലീഡിങ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം കൊള്ളാൻ കിട്ടില്ല ആയിട്ടുണ്ട്. പിന്നെ ബാക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. മെയിൻ തീം ബ്ലാക്കാണ് മെയിൻ കളറ്. അതിൽ ഈ ഒരു വൈറ്റ്, ഗ്രേ, റെഡ് വന്നേ ഉള്ളൂ. ഓക്കെ ബാക്കിൽ ഇത് ഡിഫ്യൂസർ എന്നും പറയും, പിന്നെ ബമ്പർ എന്നും പറയും, സ്പോയിലർ എന്നും പറയും. ഇത് ഏതാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പറയണം. എനിക്ക് ചെറിയ സംശയമുണ്ട്, അതാണ്. വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞത് ആ ഒരു ഡിസൈൻ ചെയ്ത ആളെ ലോഗിൻ ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കിഡ്ലിൻ ഗ്രാഫിക്സ് ബോറാക്കാത്തൊരു രീതിക്ക് തന്നെ ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാവൂന്ന് കൊടുത്തിട്ട് പിന്നെ അവിടെയും ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് ടൈപ്പ് ടെയിലാൻ പിന്നെയാണ് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല, കസ്റ്റമൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്യാൻ പ്ലാനില്ല, ചെയ്താൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയും ബാക്കിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം സൈഡും അതേപോലെയൊക്കെ തന്നെയാണ്. രണ്ടും ഒരേ ഗ്രാഫി തന്നെയാണ് സൈഡിൽ, രണ്ട് സൈഡിലും കൂടി ചേർത്ത്. ഇവിടെയും എന്നാലും കിടിലൻ വണ്ടി തന്നെയാണ്. ഒരു രക്ഷയില്ല. ഇവരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വണ്ടി. പിന്നെ വേറൊരു രുദ്രൻ എന്ന സൈഡാണ്, അതിന് റിവ്യൂ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതാണ് പുറമേയുള്ള വിശേഷം. നമുക്ക് അകത്ത് കാണുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും കുറച്ച് റണ്ണിങ് വിഷ്വൽ കാണുക, കാരണം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഗൈസ്. ഇതാണ് നമ്മളെ ക്യാബിൻ. ഇതൊരു കിടിലൻ ക്യാബിൻ തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ എല്ലാ വണ്ടിയിലും ഇതിനെക്കാട്ടിയും വ്യത്യസ്തമായാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ ബ്ലാക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തോറിൻ്റെ ഒരു ഗ്രാഫിക്സ് ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒന്നിയും കൊണ്ട് തൊട്ട് ബാക്കിലായിട്ട്. പിന്നെ ക്യാബിൻ ഒരു വ്യത്യസ്ത ക്യാബിൻ തന്നെയാണ്. ഇവർ ഇപ്പം ഇറങ്ങിയ എല്ലാ അസ്ത്രയും ഇങ്ങനത്തെ ക്യാബിൻ തന്നെയാണ്. സെഡോണിന് വേറെ ചുവപ്പാണെന്ന് മാത്രം. പിന്നെ ആ ഒരു തോറിനെല്ലാം ഹൽക്ക് ആ ഒരു തീം കളർ മാത്രമേ വ്യത്യാസമുള്ളൂ സെഡോണിലോട്ട് നമ്മൾ വരുമ്പോഴേ. പിന്നെ വേറെ വ്യത്യാസം കാണാനൊന്നുമില്ല. പിന്നെ ഫുൾ റെക്സിൻ അടിച്ചിട്ടുണ്ട്. അതായത് ക്യാബിൻ മൊത്തം റെക്സിൻ കണ്ടില്ലേ, ഇവിടെ റെക്സിൻ മൊത്തം റെക്സിൻ. പിന്നെ ഇവിടെ ഇതാണ് നമ്മളെ ഇത് ക്യാബിൻ കാര്യങ്ങളെല്ലാം. പിന്നെ മുകളിൽ പാനൽ കയറിയിട്ടുണ്ട് ഫുള്ള്. ക്യാബിൻ നമ്മളൊരു വയലറ്റ് അല്ലെങ്കിൽ വയലറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുൾ റെക്സിനാണ്, ക്യാബിൻ മൊത്തം റെക്സിനാണ് ടോപ്പ് ഒഴിച്ച്. ടോപ്പ് പാനൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സബ് കുറച്ച് സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ ഡോറിൻ്റെ തൊട്ട് മുകളിലായിട്ടും ഒരു പാനൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മളെ ക്യാബിൻ്റെ വിശേഷം. നമുക്ക് ഇനി അകത്തോട്ട് പോകാം. അകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണാം. പിന്നെ നമ്മളെ ആമ്പ് ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒരു ബോക്സിനകത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതായി കണ്ടില്ലേ, ഫുള്ള് പാനലും കാര്യങ്ങളാണ്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ഗ്ലാസ് തീമിൽ അതിനകത്ത് സെറ്റ് ചെയ്തത് ഒരു ആമ്പും കാര്യങ്ങളും. പിന്നെ ഈ അകത്തോട്ട് വരുമ്പോഴേ 2 തൂക്ക് ലൈറ്റേ ഉള്ളൂ, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു അകത്ത് തീം കയറുമ്പോഴേ ബ്ലാക്കും ചുവപ്പും തീമിലാണ്. ഇത് നമ്മളെ കർട്ടൻ ചുവപ്പും നമ്മുടെ സീറ്റ് ഇതാണ് ബ്ലാക്കും റെഡും. പിന്നെ ഒരു തൂക്ക് ലൈറ്റ് കാണിച്ചിരുന്നു. പിന്നെ ഒരു തൂക്ക് ലൈറ്റ്, 2 തൂക്ക് ലൈറ്റും, ബാക്കിയെല്ലാം പാനലാണ്. ഫുൾ പാനലിൻ്റെ കളിയാണ് ഗൈസ്. അങ്ങോട്ട് പോയി കാണിച്ചു തരാം. അതായത് നമ്മളെ ടോപ്പ് പാനലുണ്ട്. പിന്നെ നമ്മളെ ഇത് ലഗേജ് വയ്ക്കുന്ന അവിടെ ആ സൈഡിൽ, പിന്നെ അടിയിൽ 2 സൈഡിലായിട്ട് പാനൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണം. പിന്നെ ഇവിടെ ഒരു വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു
സംഭവം കൊടുത്തിട്ടുണ്ട്, ഒൺലി വൈബ്സ്. ഓക്കെ, പിന്നെ നമ്മുടെ പഞ്ച് ബോക്സ്, ഇങ്ങനെയാണ് പഞ്ച് ബോക്സിൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ, ഇവിടെ ഒരു തൂക്ക് ലൈറ്റ് ഉണ്ട്, 2 തൂക്ക് ലൈറ്റ് ഉള്ളൂ, ഒന്ന് ഇതും ഒന്ന് ഫ്രണ്ടിലും. ഓക്കെ, ഇതാണ് നമ്മളെ ഒന്നാമത്തെ നമ്മളെ പഞ്ച് ബോക്സും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഇരിക്കണം, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളെ അല്ലാത്തൊന്നും പറ്റില്ല, നോൺ കോപ്പിറൈറ്റ് പാട്ടേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. ഓക്കെ, ബാക്കി ഇതിൻ്റെ ഒറിജിനൽ സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും രണ്ടാമത്തെ തൂക്കിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കണ്ടില്ലേ, ഇതിൻ്റെ അടിയിലും 2 സൈഡ് ലൈറ്റ്, ഒരു സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം ഒരു പാനലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്കറിലേക്കും കൂടി ചെയ്തെങ്കിൽ കുറച്ചുകൂടി സെറ്റായേനെ. ഓക്കെ, ഇവരെ ബെല്ലടിക്കലുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ഒരു തൂക്ക് ലൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ടി വിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതാണ് നമ്മളെ ക്യാബിൻ കാണിച്ചില്ല എന്ന് പറയരുത് കാര്യം. ഓക്കെ, ഇതാ ഇവിടെ ദൈവത്തിൻ്റെ പടങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ താഴ്ന്ന് കാണത്ത് ഞാൻ വെച്ച് കാണില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിനി രാത്രി കാണാം. ഓക്കെ, എന്തായാലും നമുക്ക് ലൈറ്റൊക്കെ കൃത്യം കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ചെറുക്കൻ്റെ എല്ലാ ലൈറ്റും ഞാനെല്ലാം ഓണാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ യു ലൈറ്റ്. കാണാത്തത് കൂളിങ് അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് ക്ലിയറായി കാണാത്തത്. പിന്നെ അതായത് നെയിം ബോർഡ് ബ്ലാക്ക് വൈറ്റ് റെഡ് തീമിലാണ് കത്തുന്നത്. പിന്നെ ടോപ്പ് ലൈറ്റ് വൈറ്റ് ആൻഡ് ഓറഞ്ച്, പിന്നെ ചുറ്റും സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റെഡ് കളർ സ്ട്രിപ്പ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്രണ്ടിലത്തെ ഒരു കാര്യങ്ങളെല്ലാം, ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം കത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ DRL കാര്യങ്ങളെല്ലാം കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് നെയിം ബോർഡല്ല കയറിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ സൈഡിൽ പാർക്ക്, പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് വലിയ എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇവർ കൊടുക്കാറില്ല. ഓക്കെ, എല്ലാം അകത്താണ്. ഓക്കെ, വെളിയിൽ കാണുമ്പം ഒന്നുമില്ലാത്തത്, പക്ഷെ അകത്ത് കയറുമ്പോൾ ഫുൾ ലോഡഡ് വർക്കാണ്. പിന്നെ ബാക്ക് ഇതാണ് റിവേഴ്സ്, ബാക്ക് ഇൻഡിക്കേറ്ററിൻ്റെതും, പിന്നെ ഒരു ചുവന്ന ഒരു കളറും നമ്മളെ ടെയിൽ ലാമ്പിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് പാർക്ക്, ഇൻഡിക്കേറ്ററിൻ്റെ അതാ കസാര, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്കിനി സൗണ്ട് വർക്ക്, അതായത് പാട്ട് കേട്ട് നോക്കാം ഗൈസ്. പാട്ട് വയ്ക്കുന്ന ഒരു കാര്യം, നമ്മളെ ക്യാബിൻ ലൈറ്റിൻ്റെ ക്യാബിൻ കാണിച്ചു തന്നില്ല, കണ്ടില്ല, ഇങ്ങനെയാണ് ക്യാബിൻ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം കാണാൻ പറ്റണം. ഓക്കെ, കണ്ടല്ലോ, ഇനി കണ്ടില്ല എന്ന് പറയരുത്, നൈറ്റിൽ ക്യാബിൻ കാണിച്ചില്ല എന്ന്. ഓക്കെ, ഇതാണ് നൈറ്റ് ക്യാബിൻ വ്യൂ. ഓക്കെ, എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് അടുത്ത ഒരു പാട്ട് കാണിക്കാൻ പോവാം. Isn't he something else to do than thinking? എല്ലാം കണ്ടു വിചാരിക്കുന്നു. പിന്നെ പാട്ടിരിക്കുന്നതാണ് ഞാൻ പറയാനൊന്നും ഞാൻ പറയാതെ കാണിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം, ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് റിവ്യൂ, നിങ്ങളുടെ വണ്ടി റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.